എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനമുള്ള ഒരു ജീവിതം വേണോ? സമാധാനമുള്ള ഒരു ജീവിതം വേണോ? ഇന്ന് സമാധാനമില്ലടോ. ഈ വാഴ കേൾക്കാൻ വന്നിരിക്കുന്ന പണക്കാരനാണ്, സമ്പത്തുണ്ട്, കാറുണ്ട്, വീടുണ്ട്, അള്ളാഹു എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ പറയുകയാ, ഉസ്താദേ മരിക്കണമെന്ന് തോന്നുകയാണ്, സമാധാനമില്ല, സന്തോഷമില്ല. പെങ്ങളെ, സ്വർണം ആവശ്യത്തിനുണ്ട്, ഫർദയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ആരോഗ്യമുണ്ട്. അല്ലാഹ് എനിക്കെല്ലാം തന്നു പെങ്ങള്, അല്ലാഹു നിനക്കെല്ലാം തന്നിട്ടും നീ പറയുന്നു, ഉസ്താദ് എന്റെ പുതിയാപ്പള മാത്രം നേരെയായില്ലല്ലോ. മക്കളെ ഓർത്തിട്ടാ ഉസ്താദ്, ഇല്ലെങ്കിൽ എന്നേ ഞാൻ പോയേന്. ഞാൻ മരിക്കാൻ പലപ്പോഴും തീരുമാനിച്ചതാണ്, ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വിവാഹം കഴിച്ച അല്ലാഹു അവർക്ക് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ വിവാഹം കഴിക്കണേ. വിവാഹം കഴിച്ചാൽ അല്ലാഹു അവർക്ക് സമാധാനമുള്ള ജീവിതം കൊടുക്കും, അവർക്ക് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, നിനക്ക് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താ? സമാധാനമില്ല. ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ കടിച്ചു കീറുകയാണ്. സ്നേഹമില്ലടോ, സ്നേഹമില്ലടോ. പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യാ തയ്യാറാകുന്നില്ല. ചതിയാണ്, വഞ്ചനയാണ്, ചതിയാണ്, വഞ്ചനയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, എന്തിനാ മോളെ അല്ലാഹു തന്ന ജീവിതം ഇങ്ങനെ മെഴുകുതിരി ഉരുക്കുന്നത് പോലെ ഉരുക്കി ഉരുക്കി കളയുന്നത്? എന്തിനാ ചതി കാണിക്കുന്നത്? ചതിക്കുന്നവരെങ്ങനെയാ നാളെ പരലോകത്ത് വരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരെ, ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരെ, ചതിയന്മാര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന രംഗം എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നാളെ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച ഒരു വിഭാഗം വരികയാണ്. അവരിഴഞ്ഞിഴഞ്ഞാണ് വരുന്നത്. അവരുടെ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ചിരിക്കുകയാണ്. പടച്ചവനെ, പുഴുത്തു നാറിയ കോലത്തില് ജനങ്ങൾ മുഴുവനും മൂക്കുപൊത്തുകയാണ്, ദുർഗന്ധം കാരണം. അങ്ങനെ വൃത്തികെട്ടവരെ പോലെ നാളെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ചിട്ട് നടക്കാൻ കഴിയാതെ ഇഴഞ്ഞിഴഞ്ഞു വരുന്ന വിഭാഗം ആരാ നബിയേ? ആരാ നബിയേ? സ്വഹാബാ, അവര് ചതിയന്മാരാ സ്വഹാബ. അതുകൊണ്ട് പെങ്ങള്, പരസ്പരം വിശ്വാസമുണ്ടാകണം പെങ്ങള്. ചെറുപ്പക്കാരാ, സ്നേഹമുണ്ടാകണം മോനെ. നിനക്കതിന്റെ പ്രതിഫലം അറിയാഞ്ഞിട്ടാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ന് വഅദ് കഴിഞ്ഞ് വിടന്ന് തിരിച്ചു നീങ്ങി നിന്റെ ഭാര്യയും കൂടെ വീട്ടിലേക്ക് പോവുകയാ. നടന്ന് നടന്ന് ആരാരുമില്ലാതെ വീടിന്റെ ഇടവഴിയിലെത്തി. നിന്റെ കൂടെ നീയും ഭാര്യയും മാത്രമേ ഉള്ളൂ, കൂടെ വേറെ ഒരാളുമില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും വീടിന്റെ ഇടവഴിയിലേക്ക് കടന്നു ചെന്നു. ആ സമയത്ത് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ച, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യില്, നാട്ടുകാര് കാണാനല്ല, റോഡിലൂടെ ബൈക്കിന്റെ പുറകില് ഭാര്യയെ വെച്ച് കൊണ്ടുപോകുന്ന ചെറുപ്പക്കാര് നടു റോഡിലൂടെ പോകുമ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അഭിനയമാടോ, അഭിനയമാടോ, ഷോയാടോ? എടോ സഹോദരാ, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് ചേർത്ത് പിടിച്ചാ, നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചിരിക്കണം ചെറുപ്പക്കാരാ, പെങ്ങളെ ചിരിക്കണം പെങ്ങള്, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്ക് പെങ്ങള്, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് സന്തോഷിപ്പിക്ക് പെങ്ങള്. സഹോദരാ, നീ കൊട്ടാരം പണിത് കൊടുക്കണ്ട, 100 പവൻ വാങ്ങിക്കൊടുക്കണ്ട, നിന്റെ പ്രിയപ്പെട്ടവളുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചാ മതി, അവളോടൊന്ന് സംസാരിച്ചാ മതി. എന്ത് സമാധാനമാണെന്നറിയോ? ചിരിക്കണേ സഹോദരാ, ആ ചിരി നിനക്ക് നഷ്ടമാകില്ല. മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് കാണാമാ പുഞ്ചിരി. അത്രയ്ക്കും പുണ്യമുണ്ട് കുടുംബ ജീവിതത്തിന്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകൾ അടുപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സ്വർഗത്തിലും കുടുംബം സ്വർഗത്തിലും ജോഡികളാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്. നഷ്ടമാകില്ലടോ, നഷ്ടമാകില്ലടോ. നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ വെറുതെ അല്ലാഹുവിന് കൊടുക്കണ്ട. വെറുതെ നിങ്ങൾ അല്ലാഹുവിന് കൊടുക്കണ്ട. അല്ലാഹുവേ കൊടുത്ത പ്രതിഫലം നിനക്കൊക്കെയാണ്. എടാ ചെറുപ്പക്കാരാ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തു കൊടുക്കണ പൊന്നുമോനെ. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. സദഖയ്ക്ക് പവറുണ്ടോ, സദഖയ്ക്ക് പവറുണ്ടോ. ഏത് മാരകമായ രോഗത്തെയും തട്ടിമാറ്റാ സദഖയ്ക്ക് പവറുണ്ട്. സഹോദരാ, ഏത് കീറി മുറിക്കുന്ന രോഗമാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. പെങ്ങളെ ഉസ്താദേ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ വേദന മാറുന്നില്ല, രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന ഉമ്മ, രോഗം മാറണോ ഉമ്മ, വേദന മാറണോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർക്ക് രോഗം വന്നാ അവര് സദഖ കൊടുക്കുമടോ, സദഖ കൊടുത്ത് ചികിത്സിക്കുമടോ. അതാ പള്ളിക്ക് കൊടുക്കുന്നത്, അതാണ് കോളേജുകൾക്ക് കൊടുക്കുന്നത്, അതാണ് മദ്രസകൾക്ക് കൊടുക്കുന്നത്. സദഖ കൊടുത്തിട്ട് ദുആ ചെയ്യാൻ പറയുന്നത് രോഗം ശിഫയാക്കാനുള്ള മരുന്നാ. ചെറുപ്പക്കാരാ, മനസ്സറിഞ്ഞ് കൊടുക്കുമോനെ. ക്യാൻസർ പനി പടരുന്നത് പോലെ പടരുന്ന കാലമാണ്. പടച്ചവരെ, ഒരടയാളവുമില്ലടോ. ഇന്ന് ഞാൻ ട്രെയിനിൽ വരുമ്പോ കാസർഗോഡുകാരനായ പടച്ചവനെ ഒരു കൂട്ടുകാരൻ, അല്ലാഹുവേ ആ സഹോദരന് നീ ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കാസർഗോഡ് നെല്ലിക്കുന്നുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കോഴിക്കോട് നിന്ന് കയറിയതാണ്. പടച്ചവനെ, ഞാൻ നോക്കുമ്പോ ഒരു സഹോദരൻ സൈഡിൽ കിടക്കുന്നുണ്ട്, തലയിൽ മുടിയില്ല, മാസ്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, അല്ലാഹുവേ പടച്ചവനെ, സംസാരിച്ചപ്പോ പെങ്ങളെ 4 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടാ വരുന്നത്. ഉസ്താദേ, 4 ലക്ഷം രൂപ ഒരു ഇഞ്ചക്ഷന്, പടച്ചവനെ എന്ന് ചിന്തിച്ചു നോക്കടോ. ലക്ഷങ്ങൾ പോകുന്ന വഴിയറിയില്ല. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ചെറുപ്പക്കാരാ, കളിച്ചും ചിരിയും തമാശയുമായി നടക്കുകയാ. പടച്ചവനെ, തലവേദനയാണ് ഒരു ചെറുപ്പക്കാരന്. പടച്ചവനെ, ഒരു പൊന്നുമോന് തലവേദനയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോ, സ്കാൻ ചെയ്തപ്പോ ഡോക്ടർമാർ
ഭാര്യമാർക്കൊരു സംശയമാണ്. പടച്ചവനെ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാ പറഞ്ഞു വിട്ടിരിക്കുകയാ. റഹീമായ അല്ലാഹ്, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹ്. ഈ മാസം 30-ാം തീയതി അവന് 18 വയസ്സ് തികയുകയാ. ബർത്ത്ഡേ ആഘോഷിക്കാൻ കാത്തിരുന്നവനാ സഹോദരാ. ഇത്രയേ മനുഷ്യന്റെ കാര്യമുള്ളൂ. പടച്ചവനെ നിമിഷം നേരം മതി ട്യൂമർ വരാൻ, ക്യാൻസർ വരാൻ, എന്തെല്ലാം മാരക രോഗങ്ങളാണ്. പടച്ചവനെ കിഡ്നി മാറ്റി വെക്കാൻ മുസ്തഫ എന്ന് പറയുന്ന പയ്യന്നൂരുകാരൻ നാടിന്റെ പരിസരമാണ്. അല്ലാഹുവേ, എറണാകുളം ലക്ഷർ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയമാണ്. 2 കിഡ്നിയും മാറ്റിവെച്ച സഹോദരൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവേ, ലക്ഷങ്ങൾ ചെലവഴിച്ച് മാറ്റിവെച്ച മനുഷ്യനാണ്. ശിവ കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നതൊന്നും മതിയാകില്ല ചെറുപ്പക്കാരാ. പെങ്ങളെ, വീടും പറമ്പും സ്വർണവും പോയാലും അത് മുഴുവനും വിറ്റാലും മാറാത്ത രോഗങ്ങൾ. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ നാഥാ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റല്ല അല്ലാ. ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. സീരിയല് കണ്ട് എല്ലാം പോയി, സ്നേഹമൊക്കെ പോയി. പണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ട്. ഇന്ന് ഇപ്പൊ സീരിയലുകൾ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് പ്രായമുള്ളവരൊക്കെ ഇരുന്ന് കാണും. ഈ അടുത്ത് പറയുന്ന ഉസ്താദ് ഇരുന്ന് കാണാൻ പറ്റത്തില്ലെന്ന്. കാരണം അതിനകത്ത് പോലും മൊത്തവും കെട്ടിപ്പിടിക്കലൊക്കെ തുടങ്ങിയിരിക്കുക. ഇങ്ങനെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എല്ലാവരുടെയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പഠിക്ക്. പ്രായമായി, ജീവിതമാണ്, സന്തോഷത്തോടെ ജീവിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എടാ വാടാ പോടാന്നൊന്നും വിളിക്കരുത്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നു, എടാ അതിങ്ങെടുക്കടാ. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ വിളിക്കുന്നു, എടാ ഇങ്ങെടുക്കടാ എന്നുള്ള അവസ്ഥയിലേക്ക്. പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഭർത്താവിൻ്റെ പേര് വിളിക്കുന്ന സഹോദരിമാർ. അതൊക്കെ മാറ്റണം സഹോദരി. അവരവർക്ക് കൊടുക്കേണ്ട സ്ഥാനം അവർക്ക് കൊടുക്കണം. വലിയ ആദരവ് കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. ഭർത്താവിൻ്റെ മുമ്പിൽ ഭർത്താവ് പറയുന്നു, ഉസ്താദെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ഭർത്താവ് പറയുന്നത്, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, വയലുകൾക്കും, ഭക്ഷണം വെച്ച് തരും, വീട് നോക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഉസ്താദ്, എൻ്റെ ഭാര്യ നല്ലവളാ. പക്ഷേ ചില സമയത്ത് സംസാരം കേട്ട് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരസ്പരം സ്നേഹിക്കുക. ചെറുപ്പക്കാരെ സ്നേഹിക്കടാ മക്കളെ. പ്രേമവും പ്രണയവും ഒക്കെ അള്ളാഹുവിൻ്റെ ദീനിലുണ്ട്, ഇസ്ലാമിലുണ്ട്. ഇല്ലെന്നാരാ പറഞ്ഞേ? പ്രേമമൊക്കെ ഉണ്ട്, പ്രണയമൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്കൊക്കെ പ്രേമിക്കാനും പ്രണയിക്കാനൊക്കെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരെ? സ്വന്തം പെണ്ണും പിള്ളയെ പ്രേമിക്കണം, വല്ലവന്റെ ഭാര്യയല്ല. സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ കഴിയണം. ശരിയല്ലേ മംഗലാപുരോ? വഴിതെറ്റി വന്നേ. ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം. സ്നേഹമില്ലെന്നാരാ പറഞ്ഞേ? എടോ, പ്രണയിക്കാൻ പഠിപ്പിച്ചു തന്നതാരാ? ചെറുപ്പക്കാര് പഠിക്കണം. പ്രേമിക്കാനും പ്രണയിക്കാൻ പഠിപ്പിച്ചു തന്നാരാ? കാണിച്ചു തന്നതാരാ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ വിചാരിക്കും ഒരു ജ്യൂസ് മേടിക്കും. ഒരു ജ്യൂസ് മേടിച്ചിട്ട് 2 സ്ട്രോ ഇട്ടിട്ട് അക്കരെ ഇക്കരെ ഇരുന്നിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കുന്നവരുണ്ട്. ഇതാണ് പ്രണയമെന്ന്. എൻ്റെ പൊന്നാര ചെറുപ്പക്കാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കുറച്ചു പാല് കൊണ്ടുവന്ന് ഒരാൾ കൊടുത്തു. നബി തങ്ങളുടെ കയ്യിൽ കുറച്ചു പാല് കൊണ്ടുവന്ന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാല് വാങ്ങിച്ചിട്ട് തൻ്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ അടുക്കലിരിക്കുന്നുണ്ട്. നബി തങ്ങൾ ആ പാല് ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. അപ്പൊ ആദ്യം ആരാ കുടിക്കേണ്ടത്? ഭർത്താവാണോ ഭാര്യയാണോ? നബി തങ്ങൾ ആ പാല് തൻ്റെ ഭാര്യയായ ആയിഷ ബീവിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. ആയിഷ ബീവി കുടിച്ചു. മതി നബിയെ, ഇനിയും കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആയിഷ ബീവി പറഞ്ഞു, നബിയെ എൻ്റെ വയറ് നിറഞ്ഞു, ഇനി വേണ്ട. ആ പാത്രം തിരിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളഞ്ഞുപോയ വസ്തു തിരയുന്നത് പോലെ ആ പാത്രത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തിരയുന്നുണ്ട്. ആയിഷ ബീവി ചോദിച്ച്, എന്താ നബിയെ തിരയുന്നത്? അല്ല ആയിഷ, നിന്റെ ചുണ്ട് എവിടെയാണോ വെച്ചത് അത് ഞാൻ തിരയുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
തൻ്റെ ആയിഷ ബീവിയുടെ ചുണ്ട് ഏതു ഭാഗത്താണോ വെച്ച് കുടിച്ചത് അതേ സ്ഥലം കണ്ടുപിടിച്ചിട്ട് നബിതങ്ങൾ തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ച് കുടിച്ചു. ഇതാണ് നബി കുടുംബജീവിതം. ഇതാണ് നബിതങ്ങൾ കാണിച്ചു തന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവിടെ പ്രായം ഒന്നൊരു കാരണമല്ല. സ്നേഹിക്കാൻ പഠിപ്പിച്ചെന്ന് ആരെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാനൊരു പ്രണയ ജോഡിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടതെന്ന് നബിതങ്ങൾ കാണിച്ചു തരികയാണ്. നബിതങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. 25 വയസ്സുള്ള നബിതങ്ങൾ 40 വയസ്സുകാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രേമിച്ച് കെട്ടിയതൊന്നും അല്ല, ഇനി അങ്ങനെയൊന്നും പറയരുത്. 25 വയസ്സുകാരനായ നബിതങ്ങൾ 40 വയസ്സുകാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. എത്ര വയസ്സിന്റെ വ്യത്യാസം? 15 വയസ്സിന്റെ ഡിഫറൻസ്. 1-2 വയസ്സല്ല, 15 വയസ്സിന്റെ വ്യത്യാസം നബിതങ്ങളും ആയിഷ ഖദീജ ബീബിയും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കുടുംബജീവിതം നടത്തി. നീ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ പെങ്ങളെ. 25 വർഷം ജീവിച്ചു നബിതങ്ങളും ഖദീജ ബീബിയും. 25 വർഷമാണ് ഭാര്യയും ഭർത്താവും ജീവിച്ചത്. അവരുടെ ജീവിതത്തിൽ അടിയും വഴക്കും ബഹളവും ഒന്നുമില്ല. 25 വർഷക്കാലം ഏകദേശം നിങ്ങൾ ചരിത്രമെടുത്ത് നോക്ക്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രായം 65 വയസ്സ്. 65 വയസ്സുണ്ട് ഖദീജ ബീബിക്ക്. ആ 65 വയസ്സുള്ള ഇന്നത്തെ ഉമ്മമാരി സദസ്സിൽ ചിലപ്പോൾ കയ്യിൽ എണ്ണാവുന്ന ഉമ്മമാര് കാണും 65 വയസ്സുള്ളവർ. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കുളിച്ച് റെഡിയായിട്ട് വീടിന്റെ വാതിലിൽ വന്ന് നിൽക്കുകയാണ് നബിതങ്ങളെ കാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു ഖദീജ. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഖദീജ ബീബി ഭക്ഷണം എടുത്തു വെച്ചിട്ട് നബിതങ്ങളുടെ കൂടെ വന്നിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ എനിക്കിത്തിരി ഭക്ഷണം വാരി തരുമോ? നബിയെ എനിക്കിത്തിരി വാരി തരുമോ? നബിതങ്ങൾ ഖദീജ ബീബിക്ക് വാരി കൊടുത്തു. ഖദീജ ബീബി ചോദിച്ചു, ഞാൻ വാരിത്തരട്ടെ നബിയെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിച്ചു നോക്ക്. ഭാര്യയും ഭർത്താവും. ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ നിനക്ക്? എന്റെ പെങ്ങളോട് ചോദിക്കുന്ന ഓർമ്മയുണ്ടോ? ഭർത്താവിന് ഭക്ഷണം വാരി കൊടുത്തത്, അല്ലെങ്കിൽ ഭർത്താവ് നിനക്ക് ഭക്ഷണം വാരി തന്നത് ഓർമ്മയുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ 65 വയസ്സുകാരിയായ ഭാര്യയുടെ വായിലേക്ക് നബിതങ്ങൾ ഭക്ഷണം വാരി കൊടുത്തു. ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. പരസ്പരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചു, മടിയിൽ തലവെച്ച് ഞാൻ കിടക്കട്ടെ നബിയെ? കിടക്ക് ഖദീജ, എന്റെ മടിയിൽ, നീ എന്റെ മടിയിൽ കിടക്ക്. 65-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ പിടിച്ചു മടിയിൽ കിടത്തുകയാണ്. ഖദീജ ബീവി നബിതങ്ങളുടെ മടിയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കുന്നു, കണ്ണെടുക്കുന്നില്ല ഖദീജ. നബിതങ്ങളുടെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. നബിതങ്ങൾ ചോദിച്ചു, ഖദീജ എന്തേ ഖദീജ എന്നെ നോക്കുന്നത്? യാ റസൂലല്ലാഹ്, എന്തൊരു ഗ്ലാമറാ നബിയേ, എന്തൊരു സൗന്ദര്യമാ നബിയേ. പറയുന്നത് 65 വയസ്സുള്ള ഖദീജ ബീവിയാണ്. തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, എന്തൊരു സൗന്ദര്യമാണ് നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖദീജ 25 വർഷമായി നീ എന്നെ കാണാൻ തുടങ്ങിയിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഖദീജ ബീബി അതാ നബിതങ്ങളുടെ കയ്യിലൊന്ന് മുറുകെ പിടിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ യാ റസൂലല്ലാഹ്. ഖദീജ
ഖദീജ ബീബി നബി തങ്ങളോട് പൊരുത്തം ചോദിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ, എന്തു പറ്റി ഖദീജ? ആരാ പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? ഖദീജ ബീബിയുടെ ചരിത്രം വായിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തുകൊണ്ട് പണിത കൊട്ടാരം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം ഖദീജയ്ക്കുള്ളതാണ്. ആരാരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് അല്ലാഹു ഒരു കൊട്ടാരം പണിത് വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? എന്തിനാണെന്നറിയുമോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട്, 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ ഉമ്മ. ആ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഖദീജയുടെ ശബ്ദം ഉയർന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരിക്കൽ പോലും ഖദീജ ബീബിയുടെ ശബ്ദം ഉയർന്നിട്ടില്ല. നബി തങ്ങൾക്ക് 40ാമത്തെ വയസ്സിലാണ് നുബൂവത്ത് കിട്ടുന്നത്. വിവാഹം കഴിക്കുന്നത് 25ാമത്തെ വയസ്സിലാണ്. പ്രവാചകനായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന് ആ 25 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും തന്നെക്കാൾ 15 വയസ്സ് കൂടുതലായിട്ട് പോലും ഖദീജ ബീബി നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഉമ്മ, നിന്റെ ഭർത്താവിന് പറയാനുള്ള ഏക പരാതി അതാ ഉമ്മ. നാവിന് വല്ലാത്ത നീളമാണ്, പറയുന്നതിന്റെ വില നിനക്കറിയില്ല, നീ പറയുന്നത് ഓർക്കാറില്ല. പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കാറില്ല. അല്ലാഹുവേ, ആ ഖദീജയാണ് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് 65ാമത്തെ വയസ്സിൽ യാ റസൂലല്ലാഹ് പൊരുത്തം തരണേ നബിയേ, 25 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തു പറ്റി ഖദീജ? പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തു പറ്റിയെന്ന് അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മരണമെടുത്തു നബിയേ, എന്റെ മരണമെടുത്തിരിക്കുന്നു നബിയേ, പോകാ സമയമായി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവിയുടെ വായുടെ മുകളിലേക്ക് കൈയെടുത്ത് വെക്കുകയാണ്. പറയല്ലേ ഖദീജ, പറയല്ലേ ഖദീജ, എന്തേ ഖദീജ നീ എന്നെ വിട്ട് പിരിയുകയാണോ? എന്നോട് പൊരുത്തം ചോദിക്കുന്നോ ഖദീജ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ യാത്ര പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ടവൾ യാത്ര പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായടോ. നബി തങ്ങൾ പറഞ്ഞു, ഖദീജ, എനിക്ക് പരാതിയില്ല ഖദീജ, എനിക്ക് പരാതിയില്ല ഖദീജ, എനിക്ക് പൊരുത്തമാ ഖദീജ. 65 വയസ്സുകാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേൽക്കുകയാണ്, ചാടി എഴുന്നേൽക്കുകയാണ്. പടച്ചറപ്പേ, റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. മുത്തുനബിയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവേ, നബി തങ്ങളുടെ പൊരുത്തം കിട്ടിയല്ലോ, തന്റെ ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? എടോ, പ്രണയമെന്ന് പറഞ്ഞാൽ ഇതാണ്, സ്നേഹമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഖദീജ എന്ന് പറയുന്ന ഭാര്യ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 3 ആഗ്രഹമുണ്ട് നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരണേ നബിയേ. എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ
എൻ്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, നിങ്ങൾ വേണം എൻ്റെ ജനാസ കുളിപ്പിക്കാൻ. നിങ്ങൾ കണ്ട ശരീരം വേറെ ഒരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. ഒരാളും കാണരുത്, ഒരു പെണ്ണു പോലും എൻ്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അങ്ങ് വേണം എന്നെ കുളിപ്പിക്കാൻ. ഇതാണ് ഭാര്യ, ഇതാണ് ഭാര്യ. എൻ്റെ ശരീരം നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ കണ്ട ശരീരം വേറെ ഒരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. എന്നെ തൊടുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. അതുകൊണ്ട് പറ നബിയേ, എൻ്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈപിടിച്ച് ഖദീജ കരയുകയാണ്. സമ്മതിക്ക് നബിയേ, സമ്മതിക്ക് നബിയേ, നിങ്ങൾ കുളിപ്പിക്കുമെന്ന് വാക്കുതാ നബിയേ. നബി തങ്ങൾ അവിടുന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീവിയുടെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എൻ്റെ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിയാൻ എടുത്തു കഴിഞ്ഞ നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എനിക്ക് വേണം നബിയേ. നിങ്ങൾ പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, ഈ ഷാള് എനിക്ക് വേണം നബിയേ. എൻ്റെ കഫം തുണിക്കകത്ത് വെക്കണം നബിയേ. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളില്ലാതെ പറ്റൂല നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കേണ്ടതാണ്. ഖിയാമത്ത് നാൾ വരെ ഈ ഖദീജ ഒറ്റയ്ക്ക് ഖബറിനകത്ത് കിടക്കണം നബിയേ. എങ്ങനെ ഉറങ്ങാനാണ്, എങ്ങനെ ഉറങ്ങാനാണ്? നിങ്ങളില്ലാതെ ഉറക്കം വരില്ല നബിയേ. നിങ്ങളുടെ സുഗന്ധമില്ലാതെ ഉറക്കം വരില്ല നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എനിക്ക് തരണേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എൻ്റെ ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഖബറിനകത്ത് ഇറങ്ങണം നബിയേ. നിങ്ങൾ വേണം എൻ്റെ ജനാസ ഇറക്കി വെക്കാ, നിങ്ങൾ വേണം എൻ്റെ ജനാസ ഇറക്കി വെക്കാ. നിങ്ങൾ വേണം, നിങ്ങളുടെ കൈ കൊണ്ട് വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാ. അല്ലാഹുവേ, നബി തങ്ങളാ ഉമ്മ വേറെ ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യമാണ്. അല്ലാഹുവിൻ്റെ റസൂലാണ് ഖദീജ ബീവിയുടെ ജനാസ എവിടെന്ന് കുളിപ്പിച്ചത്. നബി തങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞിട്ട് അടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂലാണ് കുളിപ്പിച്ചത്. കഫം പൊതിയുമ്പോ ചുമലിൽ കിടക്കുന്ന ഷാളെടുത്ത് ചുംബിക്കുകയാ. തന്റെ പ്രിയപ്പെട്ടവൾക്ക് സുഗന്ധത്തിന് വേണ്ടി ഖബറിനകത്ത് കൂട്ടായി അവിടുന്ന് കഫം നബി തങ്ങൾ ഷാളെടുത്ത് ചുംബിച്ചു. ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെച്ചു കൊടുത്തു. അവസാനം നമസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറിൽ ഇറക്കുമ്പോ മുത്തുനബി ഇറങ്ങി വാപ്പാ. ഖദീജ ബീവിയുടെ കഫദ ജനാസ താങ്ങി വെക്കുകയാണ്. ജനാസ നബി തങ്ങൾ അവിടുന്ന് താങ്ങി വെക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകം പിടിമണ്ണ് വാരിയിട്ട് ഖദീജ ബീവിയുടെ ജനാസ ആ ഖബറിലേക്ക് വെക്കുമ്പോ നബി തങ്ങൾ തല ഉയർത്തുമ്പോ ഖദീജ ബീവിയുടെ കഫം തുണി നനഞ്ഞിരിക്കുകയാണ്. നബി തങ്ങളുടെ കണ്ണുനീര് വീണിട്ട് മറന്നില്ല പെങ്ങള്. റസൂലുള്ള 63-ാമത്തെ വയസ്സിലാ വഫാത്തായത്. വേറെ ഒരുപാട് ഭാര്യമാര് വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഖദീജയെ മറന്നില്ല. ഒരു നല്ല ഭക്ഷണം വന്നാ നബി തങ്ങൾ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. മറ്റുള്ള ഭാര്യമാരോട് സംസാരിക്കുമ്പോ നബി തങ്ങൾ പറയും, എന്റെ ഖദീജ എങ്ങനാ, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുമായിരുന്നു. മറ്റു ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ നബി തങ്ങൾ എന്തോ പറഞ്ഞപ്പോ, ഖദീജ ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ വേറെ ഭാര്യമാരൊന്നുമില്ലേ നബിയേ? ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമെന്തേ നബിയേ? റസൂലുള്ള കരഞ്ഞു വാപ്പാ.
തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ മരിക്കുവോളം നബി തങ്ങൾ മറന്നില്ല ഖദീജയെ. ഇത് കണ്ട ഫാത്തിമ വളർന്നത് ഈ ഖദീജയുടെ മകളാണ്, ഈ നബി തങ്ങളുടെ മകളാണ് ഫാത്തിമ. ഉമ്മയും ഉപ്പയും മത്സരിക്കുന്നത് കണ്ടിട്ട്, ഉപ്പയും ഉമ്മയും സ്നേഹിക്കുന്നത് കണ്ടിട്ടാ ഖദീജയും അതാ ഫാത്തിമ എന്ന് പറയുന്ന മകള് വളർന്നു വന്നത്. ഉമ്മ പൊരുത്തം ചോദിക്കുന്നത് കണ്ടവളാണ് ഫാത്തിമ, ഉപ്പാടെ മരണം കണ്ടവളാ ഫാത്തിമ. ഈ ഫാത്തിമ 29ാമത്തെ വയസ്സിലാ ലോകത്തോട് വിട പറയുന്നത്. 29 കൊല്ലമേ ജീവിച്ചുള്ളൂ, 29 കൊല്ലമേ ഫാത്തിമ ജീവിച്ചുള്ളൂ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മ നിന്നതുപോലെ കുളിച്ചു ഒരുങ്ങി നിന്നു. പെങ്ങളെ ഉമ്മ നിന്നതുപോലെ കുളിച്ചൊരുങ്ങി നിന്നു. അലിയാര് തങ്ങൾ കേറി വന്നു, ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. അലിയാര് തങ്ങളുടെ മടിയിൽ പോയി കിടന്നു, അലിയാര് തങ്ങളുടെ മടിയിൽ പോയി കിടന്നു. എന്നിട്ട് പറഞ്ഞു, അലിയേ ഞാൻ മരിച്ചാൽ എന്നെ രാത്രിയിൽ വേണം കബറടക്കാൻ, എന്നെ രാത്രിയിൽ വേണം കബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എൻ്റെ മയ്യത്ത് മുതാ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എൻ്റെ ജനാസ ചുമക്കുന്നതും പൊതിയുന്നതും ഖബറിലിറക്കുന്നതും അന്യപുരുഷന്മാരാണ് അലിയേ. അവരെൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഇതാണ് ഫാത്തിമ, ഖദീജയുടെ മകളാണ്, ഖദീജയുടെ മകളാണ്. ഉമ്മ വാപ്പയോട് പറഞ്ഞത് എൻ്റെ മയ്യത്ത് പുളിപ്പിക്കേണ്ടത് നിങ്ങളാണ്, വേറെ ഒരു പെണ്ണ് പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ഉമ്മാടെ മകള് പറയുകയാ, മയ്യത്ത് കൊണ്ടുപോകുന്നത് പകലാണെങ്കിൽ നാട്ടുകാരൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണും, എനിക്കിഷ്ടമല്ല. രാത്രിയിൽ കബറടക്കിയ മതിയലിയേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളാണ് നേരെയാകേണ്ടത്. നമ്മൾ നേരെയായ നമ്മുടെ മക്കള് നേരെയാകും സഹോദരാ. അതുകൊണ്ട് വാഴ കേൾക്കാമെന്നവരോട് പറയുകയാ, മന്നസിന അലൈഹി അർബഅത്തു ഖൈറാ വജബതു ലഹുൽ ജന്നാ. നിന്റെ കൂട്ടുകാരൻ നല്ലത് പറയുന്നവനാകട്ടെ, നിനക്ക് സാക്ഷി പറഞ്ഞ് സ്വർഗം വാങ്ങിത്തരുന്നവനാകട്ടെ. മോനെ നിന്റെ ഭാര്യ, പെങ്ങളെ നിന്റെ ഭർത്താവ് അനുകൂലമായി റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അങ്ങനെ ഉള്ള ഒരു മരണം തരണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ.